കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് താഴെയായിട്ട് കുറച്ചധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ പലതും വളരെയധികം മാന്യമായിട്ട് തന്നെ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, തങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വളരെയധികം മാന്യമായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. കുറച്ച് പേര് തെറി വിളിക്കുന്ന ഒരു രീതിയിലും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടുക, അല്ലാതെ തെറി വിളിക്കേണ്ട കാര്യം അവിടെ ഇല്ല. അത് പ്രത്യേകിച്ചും എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാക്സിമം തെറി വിളിക്കാതിരിക്കുക. കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാര്യം ഞാൻ ഇത്തിരി ഹോസ്പിറ്റലൈസ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിന്ന് ആ ഒരു 2 വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് അവർക്ക് എന്താണോ പറയാനായിട്ട് അവർ ആ കമൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണോ അത് ചുരുക്കി ഞാൻ പറയാം. പൊന്നു സുഹൃത്തെ, ചരിത്രം അറിയാതെ വെറുതെ വെച്ച് കാച്ചരുത് എന്ന് തുടങ്ങി വലിയൊരു കമൻ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഒക്ടോബർ ആ ഒരു മാസത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒക്ടോബർ മാസത്തിന് മുമ്പ് കുറേയധികം ദിവസങ്ങളുണ്ടായിരുന്നു, കുറേയധികം മാസങ്ങളുണ്ടായിരുന്നു, കുറേയധികം വർഷങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാടുകളും എല്ലാം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. എന്തായാലും ആ ഒരു സുഹൃത്ത് ഇട്ട കമൻറ്റ് വളരെയധികം മാന്യമായിട്ട് തന്നെയാണ് പുള്ളി കമൻ്റ് ഇട്ടത്. അതിനെന്തായാലും നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാളും പ്രായം കൂടുതലായിരിക്കും, ചിലപ്പോൾ പ്രായക്കുറവായിരിക്കും. എന്നാലും ഞാൻ ബ്രോ അത് കൊള്ളാം, ഞാൻ വളരെ മാന്യമായിട്ടാണ് ബ്രോ കമൻ്റ് ഇട്ടത്. അത് നല്ല കാര്യമാണ്. മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ, പോയി ഹിസ്റ്ററി പഠിക്കുക, എന്നിട്ട് ഇതൊക്കെ പറ എന്ന രീതിയിലാണ്. വേറെ പണിയുണ്ട് എനിക്ക്, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വീഡിയോ ചെയ്യാറ്. ഹിസ്റ്ററി പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, എന്നാലും ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. വേറൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തോൽവി ഇസ്രയേലിനായിരുന്നു. ലെബനൻ തകർന്ന തരിപ്പണമായി ലോകരാജ്യങ്ങൾ ഇടപെട്ട ചർച്ചയ്ക്കൊടുവിൽ സമാധാനത്തിന് വേണ്ടി ഇസ്രയേൽ പിൻവാങ്ങി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം സത്യമാണ്. ലെബനൻ തകർന്ന തരിപ്പണമായി. തീർച്ചയായിട്ടും വൻ എയർ സ്ട്രൈക്ക് തന്നെയാണ് ഇസ്രയേൽ ലെബനിൽ നടത്തിയിരിക്കുന്നത്. അതിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരിച്ചു വീണിട്ടുണ്ട്. എന്നിരുന്നാലും ഇസ്രയേൽ എന്ത് മുൻനിർത്തിയാണ് ലെബനനിലേക്ക് കരമാർഗം യുദ്ധം ചെയ്തത് എന്നതുകൂടെ ആലോചിച്ചാൽ നല്ലത്. ആ ഒരു ലക്ഷ്യം ഇസ്രയേൽ നേടിയോ എന്ന് താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനായിട്ട് സുഹൃത്തിൻ്റെ അടുത്ത്, അതായത് കമൻ്റ് ഇട്ട ഈ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇസ്രയേൽ ഈ ലെബനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നെന്ന് അവർ തന്നെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്കിവിടെ അറിയാൻ പറ്റും. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അവർ ഇവിടുന്ന് പിൻവാങ്ങുമ്പോൾ അതിലെന്തൊക്കെ നേടി എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കുക. 2 തവണയായി 6 രാജ്യങ്ങളെ തോൽപ്പിച്ച രാജ്യമാണ് ഇസ്രയേൽ. പിന്നെയാണ് അവർക്ക് ഹിസ്ബുള്ള എന്ന രീതിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നടക്കുന്ന, ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്തും അമേരിക്ക എന്ന് പറയുന്ന അന്നും ഇന്നും ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഇസ്രായേലിന് സപ്പോർട്ടുമായിട്ട് നിൽപ്പുണ്ട് എന്ന കാര്യം കൂടെ നമ്മളൊന്ന് ആലോചിച്ചാൽ നല്ല കാര്യം. അതുമാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വേറെ കമൻ്റൊക്കെ ഉണ്ട്, അത് ഞാനിവിടെ വായിക്കുന്നില്ല. കുറച്ച് തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റാണ്. എന്നെ തന്നെയാണ് കേട്ടോ, എന്നെ തന്നെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ്. മാക്സിമം അങ്ങനത്തെ കമൻറ്റ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. റിക്വസ്റ്റാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞോളൂ, കുഴപ്പമില്ല. ബട്ട് മാന്യമായ രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം.